നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 2/5/2026 ശനിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില സ്റ്റഡിയായിട്ട് നിൽക്കുകയാണെങ്കിലും ഇനി കുതിക്കാനുള്ള ചാൻസാണ് മിക്ക സ്ഥലങ്ങളിലും, വിദേശത്തായാലും. ഇനി നമുക്ക് വിശദമായ റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS സ്പോട്ടിൽ 259, RSS പൈക്കിൽ 255, ISN20 207, ലാറ്റക്സ് 60% യാർഡ്സിലുള്ള 159 രൂപ 55 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 259, RSS 5 245. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 237, ലോട്ട് കിലോ 202 മുതൽ 207. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയുള്ള ഒട്ടുപാൽ കിലോ 155, 60% DRCയുള്ള ഒട്ടുപാൽ കിലോ 116 രൂപ 25 പൈസ. ഇതാണ് ഒട്ടുപാലിൻ്റെ വില. ഇനി ഫീൽഡ് ലാറ്റക്സ് 218 രൂപ, ഫാക്ടറി വില 228 രൂപ. വിശദമായി നോക്കുമ്പോൾ 25% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 10,900 രൂപ, 30% DRCയുള്ള 200 ലിറ്റർ 10,080 രൂപ, 35% DRCയുള്ള 200 ലിറ്റർ 15,260 രൂപ, 40% DRCയുള്ള 200 ലിറ്റർ 17,440 രൂപ. ഇനി കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 241, RSS 5 237, ISN20 200 മുതൽ 250 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയുള്ള ഒട്ടുപാൽ കിലോ 135 മുതൽ 146 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ചെറിയ 2 മഴ പെയ്തെങ്കിലും ശരിയായി റബ്ബർ ടാപ്പിംഗ് തുടങ്ങാനുള്ള അവസരമല്ലത്. കാര്യം ഭൂമി ശരിയായി തണുത്തതുമില്ല. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണ 22 ക്യാരറ്റ് രൂപ 15,038, ഒരു പവന് 1,20,304. അതുപോലെ 22 ക്യാരറ്റ് രൂപ 13,785, ഒരു പവന് 1,10,280. അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,279, ഒരു പവൻ 90,232. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ 1 ഗ്രാമിൻ്റെ മുകളിൽ 215 രൂപ, ഒരു പവൻ്റെ മുകളിൽ 1,720 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ ചകരിയില്ലാത്ത മുടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ, വെളിച്ചെണ്ണ ലിറ്ററിന് 390, കൊക്കോ 210, കശുവണ്ടി 110, കൊപ്ര എടുത്തപടി 151 രൂപ, അടയ്ക്ക പുതിയത് 390, പഴയത് 360, കാഞ്ഞിരക്കുരു 1,880, ഇഴക്കയർ 10, കരിപ്പോട്ടിക്കയർ 10 മുതൽ 15, ജാതിക്ക 90 കൂടി 300, ഗ്രാമ്പു 810, നാടൻ ഗ്രാമ്പു 920, പിണ്ണാക്കസ്പല 37, റോട്ടറി 40, കുരുമുളക് അൺകാർബിൾഡ് കിലോ 704, കുരുമുളക് ഗാർബിൾഡ് കിലോ 724, കുരുമുളക് പുതിയത് 694, ചുക്ക് ബെസ്റ്റ് 300, മഞ്ഞൾ ശല 155, അടയ്ക്ക പുതിയത് 390, പൈനാപ്പിൾ പച്ച 34, പഴം 35, നാടൻ കുരുമുളക് വയനാടൻ 700, ചേട്ടൻ 690, കാപ്പിക്കുരു കിൻഡൽ 35,000, നെല്ല് കിൻഡൽ 2,500. അതായത് നമ്മുടെ നാട്ടിൽ മിക്ക ഹോട്ടലിലും വാണിജ്യ സിലിണ്ടറുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച വാണിജ്യ LPG സിലിണ്ടറിൻ്റെ വിലവർധനയ്ക്കെതിരെ സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകൾ പ്രതിഷേധ സൂചകമായി മെയ് 6 ഹോട്ടലുകൾ അടച്ചിടും. ഇപ്പോൾ ചായക്കൊക്കെ 12 കടിയും 12 ആയിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളിലും. കാര്യം വാണിജ്യ സിലിണ്ടറുകളും മറ്റും കിട്ടാത്തതും വില കൂടിയതുമൊക്കെ കാരണമാണ്. 993 രൂപയാണ് ഒറ്റയ്ക്ക് വാണിജ്യ സിലിണ്ടറിന് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. തീർത്തും അന്യായമായ വില വർധനയാണ് വരുത്തിയിരിക്കുന്നതെന്ന് ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. ഹോട്ടൽ വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ LPG സിലിണ്ടറുകളുടെ വില വർധനവ്. 1,498 രൂപയാണ് 5 മാസത്തിനിടെ വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടിയാണ് ഈ വില വർധനവ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. 5 കിലോയുടെ സിലിണ്ടറിൻ്റെ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സിലിണ്ടറിന് ഒറ്റയടിക്ക് 261 രൂപയാണ് കൂട്ടിയത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ ഉപയോഗിക്കുന്ന ചോട്ട ഗ്യാസ് സിലിണ്ടറിന് നേരത്തെ ക്ഷാമം നേരിട്ടിരുന്നു. നിരവധി പേർ നാട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് എല്ലാം പ്രതിസന്ധി പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളാണ്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് മറക്കല്ല.